ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലതരം ആയുർവേദ മരുന്നുകൾ, കഷായം, ചൂർണം, അരിഷ്ടം ഇവയുടെയൊക്കെ ഡോസിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ, അല്ലെങ്കിൽ അളവിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ. മാത്രമല്ല ഇതൊക്കെ ഏത് സമയമാണ് കഴിക്കേണ്ടത്, ആഹാരത്തിന് ശേഷമാണോ, മുമ്പാണോ, ഉച്ചയ്ക്കാണോ, രാവിലെയാണോ എന്നൊക്കെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കഷായത്തിൻ്റെ ഡോസേജ് ഫോമും എപ്പോഴൊക്കെ കഴിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യമായി കഷായം, 3 അടപ്പ് കഷായം, അതായത് 15 ml കഷായം ആഹാരത്തിന് മുമ്പാണ് കഴിക്കേണ്ടത്. 45 ml തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് ആഹാരത്തിന് മുമ്പ് കഴിക്കണം. ഇത് കുപ്പി കഷായമാണെങ്കിൽ നമ്മൾ ഇതേ കണക്ക് ദ്രവ ഫോമിലാണ് ഇത്. കുപ്പി കഷായമാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇതേപോലെയാണ് കഴിക്കേണ്ടത്. അതായത് നമ്മൾ അതുപോലെ തന്നെ കഷായങ്ങൾ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റഡ് ഫോമിൽ അവൈലബിൾ ആണ്, ദ്രവ ഫോമിൽ. അത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് നമുക്ക് കുപ്പി കഷായമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ കഷായത്തിൻ്റെ ഡോസേജാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 15 ml കഷായം, അതായത് 3 അടപ്പ് കഷായം 45 ml തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് ആഹാരത്തിന് മുമ്പ് 2 നേരമായിട്ട് കഴിക്കുന്ന, അല്ലെങ്കിൽ 3 നേരമായിട്ട് കഴിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് വളരെ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നമുക്ക് പൊടികളാണ് എങ്കിൽ നമ്മൾ ഉണ്ടാക്കി തന്നെ കഴിക്കേണ്ടി വരും കഷായം. അതായത് കഷായപ്പൊടികൾ 2 രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. കുറച്ചും കൂടെ തരിതരിയായിട്ടുള്ള കഷായപ്പൊടികൾ കിട്ടാറുണ്ട്. അതായത് കഷായ സൂക്ഷ്മ ചൂർണം, ഇപ്പോൾ അമൃതോത്തരം കഷായത്തിൻ്റെയൊക്കെ ആണെങ്കിൽ സൂക്ഷ്മ ചൂർണം നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് കഷായങ്ങളുടെ സൂക്ഷ്മ ചൂർണം അല്ലാത്ത കഷായങ്ങൾ നമുക്ക് കഷായപ്പൊടികളും കിട്ടാറുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഗുളിച്യാദി കഷായത്തിൻ്റെ നമുക്ക് തരിതരിയായിട്ട് കിട്ടാറുമുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ അതിനെ കുറച്ചും കൂടെ കോഴ്സായിട്ടുള്ള പൊടികളും ഹാർഡായിട്ടുള്ള പൊടികളും കിട്ടാറുണ്ട്. നമുക്ക് കഷായ സൂക്ഷ്മ ചൂർണ്ണമാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം. അതായത് 5 മുതൽ 10 ഗ്രാം വരെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ഒരു 100 ml തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അന്നേരം തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. കഷായം ആഹാരത്തിന് മുമ്പ് കഴിക്കാവുന്നതാണ്. അതായത് കഷായ സൂക്ഷ്മ ചൂർണ്ണങ്ങളാണെങ്കിൽ 2 ടീസ്പൂൺ തിളച്ചുകൊണ്ടിരിക്കുന്ന 50 മുതൽ ഒരു 100 ml വരെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് നമുക്ക് കഴിക്കാവുന്ന, അത് ഫിൽറ്റർ ചെയ്തെടുത്ത്, അതായത് അരിച്ചെടുത്ത് നമുക്ക് തണുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ് കഷായ സൂക്ഷ്മ ചൂർണ്ണങ്ങൾ. അതുപോലെ തന്നെ കഷായത്തിൻ്റെ കുറച്ചും കൂടെ ഹോസ് ഫോമിലിരിക്കുന്ന ചൂർണ്ണങ്ങൾ, അതായത് കുറച്ചും കൂടെ കട്ടി കൂടിയ പൊടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം. ഈ 1 ടീസ്പൂൺ പൊടിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ പൊടിയെടുത്തതിന് ശേഷം 4 ഗ്ലാസ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ചേർത്തതിന് ശേഷം ഇത് വറ്റിച്ചെടുക്കണം. അതായത് 2 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം ഓരോ ഗ്ലാസ് വീതം ആഹാരത്തിന് മുമ്പ് 2 നേരമായിട്ട് കഴിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പിന്നെ ഉള്ളത് അരിഷ്ടങ്ങളുടെ ഡോസേജാണ്. അരിഷ്ടങ്ങളുടെ ഡോസേജ് പറയുമ്പോൾ നമുക്ക് 15 ml അരിഷ്ടം സാധാരണ 2 നേരമായിട്ട് കഴിക്കാനാണ് പറയുന്നത്. ഇത് ആഹാരത്തിന് ശേഷമാണ് കഴിക്കാൻ പറയുന്നത്. അരിഷ്ടങ്ങളെല്ലാം ആഹാരത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ അരിഷ്ടങ്ങൾ 3 അടപ്പ് എന്ന് പറയുമ്പോൾ 15 ml ആണ് അതായത് മുതിർന്നവർക്ക് സാധാരണ നമുക്ക് 15 ml വരെ കഴിക്കാവുന്നതാണ് അരിഷ്ടങ്ങൾ. 15 മുതൽ 30 ml വരെ കഴിക്കാവുന്നതാണ് അരിഷ്ടങ്ങൾ. അത് 2 നേരം ആയിട്ട് കഴിക്കാവുന്നതാണ്. 3 അടപ്പ് വീതം 2 നേരമായിട്ട് കഴിക്കാവുന്നതാണ്. 3 നേരമായിട്ടും കഴിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ അരിഷ്ടത്തിൻ്റെ ഡോസേജ് കുറഞ്ഞു വരും. ഒരു 1-2 ടീസ്പൂൺ വീതം 2 നേരം കഴിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ആഹാരത്തിന് ശേഷമാണ് അരിഷ്ടം സാധാരണയായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഘൃതത്തിനെ കുറിച്ചാണ്. ഘൃതം എന്ന് പറയുന്നത് നെയ്യാണ്. നെയ്യ് നമുക്ക് പലതരം നെയ്യുകൾ നമുക്ക് ആയുർവേദത്തിൽ നെയ്യുകൾ അവൈലബിൾ ആണ്. അതിൽ നെയ്യുടെ ഡോസേജ് പറയുമ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയാണ് ഡോസേജ് പറയുന്നത്. മുതിർന്നവർക്കാണെങ്കിൽ അത് ആഹാരത്തിന് മുമ്പ്, അത് മിക്കവാറും ഒക്കെ നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കാണ് പറയുന്നത്, അതായത് വെറും വയറ്റിലാണ് പറയുന്നത്. അത് ആഹാരത്തിന് മുമ്പ് 2 നേരമായിട്ട് വെറും വയറ്റിൽ കഴിക്കാനാണ് പറയുന്നത്. സാധാരണയായിട്ട് നെയ്യ് സേവിച്ചതിന് ശേഷം 1 ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ അഡ്വൈസ് ചെയ്യാറുള്ളതാണ് ഡോക്ടേഴ്സ്. അത് നിങ്ങളുടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചെയ്യുക. കുട്ടികൾക്കാണെങ്കിൽ ഘൃതത്തിൻ്റെ, അതായത് നെയ്യുടെ ഡോസേജ് 1/4 ആയിരിക്കും പറയുന്നത്. അതായത് 1/4 ടീസ്പൂണാണ് പറയുന്നത്.
അത് 2 നേരമായിട്ട് പറയാറുണ്ട്. സാധാരണ 3 നേരമായിട്ടൊക്കെ പറയാറുണ്ട്. ആഹാരത്തിന് മുമ്പായിട്ട് കുട്ടികൾക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടാബ്ലറ്റ്സുകൾ. അതായത് നമ്മുടെ കഷായ ടാബ്ലറ്റുകളുടെ ഡോസേജിനെ കുറിച്ചാണ് ഇനി അടുത്തത്. അപ്പോൾ കഷായ ടാബ്ലറ്റിൻ്റെ ഡോസേജ് പറയുമ്പോഴത്തേക്ക് സാധാരണയായിട്ട് കഷായ ടാബ്ലറ്റുകളുടെ ഡോസ് പറയുമ്പോൾ 2 ടാബ്ലറ്റാണ് പറയുന്നത്. ഇപ്പോൾ ഗുളിച്ചാതി കഷായ ടാബ്ലറ്റൊക്കെ ആണെങ്കിൽ 2 ടാബ്ലറ്റാണ് പറയുന്നത്. ആഹാരത്തിന് മുമ്പ് 2 ടാബ്ലറ്റ് ആണ് പറയുന്നത്. ഇത് 3 നേരമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ 2 നേരമായിട്ട് കഴിക്കാം. അത് 2 ടാബ്ലറ്റാണ് ഒറ്റ ടൈം ഡോസ് പറയുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞ് നമുക്ക് സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസ് അവൈലബിൾ ആണ്. തൈലങ്ങളുടെ സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസ്, സാധാരണ ബലാതൈലം സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്ഷീരബല, അതുപോലെ തന്നെ ഗന്ധതൈലം സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതിൻ്റെയൊക്കെ ഡോസേജ് വരുമ്പോൾ സാധാരണ ആയിട്ട് വരുന്നത് 2 സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസ് അറ്റ് എ ടൈം കഴിക്കാൻ പറയുന്നുണ്ട്. ഇത് 2-3 നേരം കഴിക്കാം. അത് നിങ്ങളുടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കഴിക്കാം. ആഹാരത്തിന് ശേഷം കഴിക്കാവുന്നതാണ് ഈ സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസ്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസിന് 10 ഡ്രോപ്സ് ഓഫ് തൈലമാണ് അതിനകത്ത് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ക്ഷീരബല തൈലത്തിൻ്റെ ഡോസേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസിൽ 10 ക്ഷീരബല തൈലമാണ്, 10 ഡ്രോപ്സ് ഓഫ് ക്ഷീരബല തൈലമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത് നമുക്ക് ലേഹ്യങ്ങളുടെ ഡോസേജിനെ കുറിച്ചാണ്. ലേഹ്യങ്ങൾ സാധാരണ നമ്മൾ ചവനപ്രാശമൊക്കെ ആണെങ്കിൽ 4 ടീസ്പൂണൊക്കെ കഴിക്കാവുന്നതാണ്. മുതിർന്നവർക്കാണെങ്കിൽ 4 ടീസ്പൂൺ ആഹാരത്തിന് മുമ്പോ ആഹാരത്തിന് ശേഷമോ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അശ്വഗന്ധാദി ലേഹ്യമൊക്കെ 1 ടീസ്പൂൺ വീതം 2 നേരം കഴിക്കാവുന്നതാണ്. ആഹാരത്തിന് മുമ്പോ ശേഷമോ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇത് ഡോസേജ് കുറഞ്ഞു വരും ലേഹ്യത്തിൻ്റെയൊക്കെ. അത് ഒരു 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ വരും. അതായത് ഒരു ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെയൊക്കെ വരും അവരുടെ കുട്ടികളുടെ ആണെങ്കിൽ ലേഹ്യത്തിൻ്റെ ഡോസേജ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ചൂർണ്ണങ്ങൾ. പലതരം ചൂർണ്ണങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അഷ്ടചൂർണ്ണം, ഹിംഗുവജാതി, അതുപോലത്തെ ചൂർണ്ണങ്ങൾ അവൈലബിൾ ആണ്. ത്രിബല ചൂർണ്ണം, ഇതൊക്കെയാണെങ്കിൽ സാധാരണ നമുക്ക് 1 ടീസ്പൂണാണ് അറ്റ് എ ടൈം ഡോസേജ് വരുന്നത്. 1 ടീസ്പൂൺ വരുന്നു. ഒരു നേരം 1 ടീസ്പൂൺ കഴിക്കാവുന്നതാണ്. ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ തേനിലോ ഒക്കെ ചാലിച്ച് കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഏതാണ് അതിൻ്റെ അനുപാനം എന്ന് ഉദ്ദേശിച്ച് കഴിക്കാവുന്നതാണ്. ഇത് 1 ടീസ്പൂൺ മുതൽ രാത്രിയിൽ കഴിക്കാവുന്ന ചൂർണ്ണങ്ങളുണ്ടാവും. അത് ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതുണ്ടാവും, മുമ്പ് കഴിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.